പവിത്രം സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും മാഷും വിശ്വമെല്ലാം ഹാളിൽ ഇരിക്കുകയാണ്. നന്ദിനി അരിയുമായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പിനടുത്തേക്ക് പോകുമ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നില്ല. പൈപ്പ് തിരിക്കുമ്പോൾ അപ്പോൾ വിനായകനോട് പറയുന്നുണ്ട്, എന്താ ചേട്ടാ വെള്ളം വരുന്നില്ല എന്ന്. വിനായകൻ പറയുന്നുണ്ട്, അത് കറണ്ടില്ലല്ലോ, അതുകൊണ്ട് മോട്ടർ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വെള്ളം വരാത്തതെന്ന് പറയുമ്പോൾ പിന്നെ ഇത് അമ്മയും കമലാമ്മയും ശ്രീജയെല്ലാം കേൾക്കുന്നത്. അവർ കിച്ചണിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു പണിയും കഴിഞ്ഞിട്ടില്ല, പാത്രം കഴുകാനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കുളിക്കണം, തുണികൾ അലക്കാനുണ്ട്, ഇതിനെല്ലാം വെള്ളം വേണ്ടേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ മാഷ് പറയുന്നുണ്ട്, അതിനെന്താ കമലി, ലൈൻ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടല്ലോ, നീ പോയി കുടം കൊണ്ടുപോയി എല്ലാവരും പോയി പിടിച്ചിട്ട് കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം വിഷം കേൾക്കുന്നുണ്ട്. വിഷം വളരെ വിഷമത്തോടെ എല്ലാവരെയും നോക്കിയിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. ഇത് വേദ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് മാഷ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും KSEBയിൽ പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നന്ദിനി ഉടനെ പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, എനിക്ക് ഇടുപ്പ് ഭയങ്കര വേദനയാണ്. വിനായകനോട് പറഞ്ഞ്, ചേട്ടാ എന്നെ ഒന്ന് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അഭിനയിക്കുകയാണ് നന്ദിനി നടുവേദന ഉള്ളതുപോലെ. എന്നിട്ട് നന്ദിനി അങ്ങ് അകത്തേക്ക് പോവും. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ശ്രീജ നീ പോയി ഒരു 4 കുടം വെള്ളം എടുത്തുകൊണ്ട് വായോ എന്ന് പറയുമ്പോൾ ശ്രീജ പറയും, അമ്മേ എനിക്ക് 2 കാലും 2 കൈയുമല്ലേ ഉള്ളൂ, ഞാൻ രാവിലെ മുതൽ പണിയെടുക്കുന്നതാണ്, പാകമെല്ലാം അടിച്ച് തുടച്ചു, പാത്രമെല്ലാം ഇനി കഴുകാനുണ്ട്, കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം വെട്ടിവെച്ചു, അങ്ങനെ ഓരോരോ പണികളായിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയെന്ന് പറയുമ്പോൾ കമലാമ്മ പറയും, അതും ശരിയാണ്, എന്നാൽ ഞാൻ തന്നെ വെള്ളം പിടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് കുടം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതേ വേദ ഇത് കാണുന്നുണ്ട്. വേദ ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയും, അമ്മേ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. മാഷിനെ കാണുമ്പോൾ വേദ പെട്ടെന്ന് തന്നെ അങ്ങ് മാറി നിൽക്കും. മാഷ് പറയും, കമല ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കമലാമ്മ വേഗം കുടം കൊടുത്തിട്ട് വേദനോട് പറയുന്നുണ്ട്, മാഷ് കാണണ്ട, മാഷ് കാണാതെ വെള്ളം എടുത്തുകൊണ്ട് വായ മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ വേദ വെള്ളം കൊണ്ടുവരാനായിട്ട് പൈപ്പിനടുത്തേക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും തന്നെ വെള്ളം പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ചേച്ചിമാരെല്ലാം ചോദിക്കുന്നുണ്ട്, നീ മാഷിൻ്റെ മരുമകളല്ലേ എന്ന് ചോദിക്കും. വേദ അഭിമാനത്തോടെ അതെ ഞാൻ മാഷിൻ്റെ മരുമകളാണെന്ന് പറയും. അപ്പോൾ വേറൊരാൾ ചോദിക്കും, നീ മാഷിൻ്റെ 3ാമത്തെ മകനായ വിക്രമിൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പിന്നീട് ചോദിക്കും, ഇവിടെ വെള്ളം പിടിക്കാനായിട്ട് ക്യൂ നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല വേണ്ട, ക്യൂ നിൽക്കൊന്നും വേണ്ട, വന്നതിനനുസരിച്ച് ഓരോരുത്തരായി വെള്ളം പിടിച്ചുകൊണ്ട് അങ്ങനെ പോവുക ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന് വേറൊരു ചേച്ചി വേദയോട് ചോദിക്കുന്നുണ്ട്, നീ വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ, നിന്നെ എന്തിനാണ് കമല ഈ കുടമെടുത്ത് വെള്ളം പിടിക്കാനായി അയച്ചിരിക്കുന്നത്, നിൻ്റെ വീട്ടുകാർ കാണുമ്പോൾ അവർക്കിത് വിഷമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ തനിയെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വന്നതാണ് വെള്ളം പിടിക്കാനായിട്ട്, ആരും പറഞ്ഞിട്ടല്ല എന്ന് പറയുകയാണ്. അങ്ങനെ വേദ കുടത്തിൽ വെള്ളം തൂക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം തന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. വേഗം തന്നെ അവർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടി നീ ചെയ്യുന്നത്, നീ ഇതിന് മുൻപ് വെള്ളം പിടിച്ചിട്ടില്ലേ, വെള്ളം കുടം ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടില്ലേ, നിനക്കിതൊന്നും അറിയത്തില്ലേ, നീയൊരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ഞാനിങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോയിക്കോളാം, കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ കുടം അവിടെ വെക്കി താഴെ, ഞങ്ങൾ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ആദ്യം നീ ആ സാരിത്തുമ്പ് എടുത്ത് അടുപ്പിൽ കുത്തി വെക്കുക, എന്നിട്ട് കുടമെടുത്ത് അങ്ങ് ഇടുപ്പിൽ വെക്കുകയെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ തന്നെ കുടമെടുത്ത് വേദയുടെ ഇടുപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദ എനിക്ക് അറിയില്ല, ഞാനിങ്ങനെ തൂക്കി പിടിച്ചോളും, എനിക്ക് വേദനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും വേദ അഡ്ജസ്റ്റ് ചെയ്ത് താങ്ക്സൊക്കെ അവരോട് പറഞ്ഞ് അങ്ങനെ വെള്ളം കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കൊണ്ടുപോകുന്ന വഴിക്ക് രാധ ഇതെല്ലാം ഓട്ടോയിലിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ രാധവേദയോട് പറയുന്നുണ്ട്, ഓഹോ നിന്നെ വെള്ളം കുടം കൊണ്ടുവരാനൊക്കെ പറഞ്ഞയക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ രാധ പറയുന്നത്, നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഞങ്ങൾക്കൊക്കെ ഇത് ചെറുപ്പം മുതലേ ചെയ്തു വരുന്ന പണിയായതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും കുഴപ്പമില്ല, നിനക്കിതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ്.
അപ്പോൾ രാധ പറയുന്നുണ്ട്, നീ എന്തിനാ ഇതെല്ലാം സഹിക്കുന്നത്, നിനക്കിതെല്ലാം വലിച്ചെറിഞ്ഞ് പൊയ്ക്കൂടെ നിൻ്റെ വീട്ടിലേക്കെന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ എന്തിനു പോകണം, ഇപ്പോൾ വെള്ളം കൊണ്ടുവരാൻ അവരെന്നെ സമ്മതിച്ചില്ലേ, ഒന്നും എന്നെക്കൊണ്ട് ചെയ്യിച്ചിരുന്നില്ല, പക്ഷേ വെള്ളം കൂടെ എടുത്ത് എന്നോട് വെള്ളം കൊണ്ടുവന്നോളാം പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങളായിട്ട് അവരെന്നെ അംഗീകരിച്ചു തുടങ്ങും. ഞാൻ വിക്രമിൻ്റെ ഭാര്യയായി തന്നെ അവിടെ ജീവിക്കുന്നു രാധയോട് പറയുകയാണ്. അപ്പോൾ രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ വിക്രമിൻ്റെ ഭാര്യയായി ജീവിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടെന്ന് വേദയോട് പറയുകയാണ്. പിന്നീട് നന്ദിനി നന്നായി നടുവേദന ഉണ്ടെന്ന് അഭിനയിച്ചിട്ട് കമലാമ്മയുടെ അടുത്തേക്ക് കിച്ചണിലേക്ക് വരികയാണ്. എന്നിട്ട് അമ്മ എനിക്ക് വയ്യ, അമ്മ തീരെ വയ്യ, എനിക്ക് അമ്മ ഇവിടെ പണിയെടുക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, തനിയല്ലേ ഉള്ളൂ, ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞ് സോപ്പ് ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ കമലാമ്മ ഞാൻ കുറച്ച് കറിക്ക് അരിയാനുള്ളത് നന്ദിനിക്ക് എതിർത്ത് കൊടുക്കുന്നുണ്ട്. നന്ദിനി അതെങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദ വെള്ളം കുടമായിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നന്ദിനി കുശുമ്പ് കാരണം മനസ്സിൽ കരുതി പറയുന്നുണ്ട്, എന്താ വലിയ വീട്ടിൽ പെണ്ണായാലും എന്താ വെള്ളം കുടം എടുത്താൽ എന്താ അവൾക്കും പറ്റത്തില്ലേ, ഞങ്ങളും അവളൊക്കെ ഒരുപോലെ തന്നെയല്ലേ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ കമലാമ്മ ഇത് കാണുന്നുണ്ട്. അപ്പോൾ വേദയുടെ അടുത്ത് ഓടി വന്ന് പറയുന്നുണ്ട്, വേദ മോളെ നീ എവിടെ വെക്ക്, ഞാൻ വരാം, നിനക്കിതൊന്നും ശീലമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല അമ്മ ഞാനിത് ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ശ്രീജ പാത്രം കഴുകുന്നതിനടുത്തേക്ക് വേദ ചെല്ലുന്നുണ്ട് കുടമായിട്ട്. എന്നിട്ട് ഇതിൽ ഒഴിക്കട്ടെ, അവിടെ ഒരു പാത്രം ഇരിക്കുന്നുണ്ട്, ഇതിലേക്ക് ഒഴിക്കട്ടെ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചോ എന്ന് പറയുകയാണ്. പിന്നീട് ശ്രീജ പറയുന്നുണ്ട്, താങ്ക്സ് മോളെ എന്ന് പറയണം. അപ്പോൾ എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അല്ല വേദ ഈ വെള്ളം കൊണ്ടുവരുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനും ഈ ജോലി ചെയ്യണമായിരുന്നു, വേറെ ആരും ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല ചേച്ചി ഒരു വീട്ടിൽ എല്ലാവരും കൂടെ താമസിക്കുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടല്ലേ പണിയെടുക്കേണ്ടത്, ഞാനും അത്രേ കരുതുന്നുള്ളൂ, ചേച്ചിക്കൊരു സഹായമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണേന്ന് പറയുകയാണ്. കുഴപ്പമില്ല ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് വേദ വീണ്ടും പുറത്തേക്ക് പോവുകയാണ്. വേദ വെള്ളം കൊണ്ടുവരാനായിട്ട് പിന്നീട് പൈപ്പിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നൊരു ചേച്ചി ചോദിക്കുന്നത്, എത്ര കുടം വെള്ളം വേണം മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, 3-4 പാത്രങ്ങളുണ്ട് ചേച്ചി, അതെല്ലാം നിറച്ച് വെക്കേണ്ടേ, എല്ലാവർക്കും ആവശ്യങ്ങളുള്ളതല്ലേ, കുറേ ആളുകളുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, അല്ല നിനക്കിതിൽ ശീലമില്ലാത്തതല്ലേ കുട്ടി, അതുകൊണ്ടാണ് ചോദിച്ചത്, എന്തായാലും നീ എപ്പോഴൊന്നും വെള്ളം പിടിക്കാൻ വരാറില്ലല്ലോ, അതുകൊണ്ട് നീ ആദ്യം വെള്ളം പിടിച്ചു എന്ന് പറഞ്ഞ് അവരങ്ങ് മാറിക്കൊടുക്കുകയാണ്. അപ്പോൾ വേദ പൈപ്പിന് ചുവട്ടിലേക്ക് കുടം വെച്ച് അങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ട് വരാൻ നേരം വിക്രം അതിയനെ ബൈക്കുമായിട്ട് വരികയാണ്. അപ്പോൾ ചേച്ചി പറയുന്നു, നിൽക്ക് വിക്രം, നീ എങ്ങോട്ടായി പോകണമെന്ന്, നീ കാണുന്നില്ലേ നിൻ്റെ ഭാര്യ വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്നത്, ഈ കുട്ടിക്ക് അതെല്ലാം ശീലമുണ്ടോ, ഇങ്ങനെ ശീലമില്ലാത്ത പണികളെല്ലാം നിൻ്റെ അമ്മ എന്തിനാ ഇങ്ങനെ ഈ മോളെ ഏൽപ്പിച്ചത്, നിൻ്റെ കമലയുടെ മോളാണ്, സ്വന്തം മോളാണെങ്കിൽ ഇങ്ങനെ പഴക്കമില്ലാത്ത ജോലികളൊക്കെ ഏൽപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയില്ലേ എൻ്റെ അമ്മയുടെ സ്വഭാവം എന്താണെന്നുള്ളത്, എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേദയുടെ അടുത്തേക്ക് വന്ന് കുടം എടുത്തുകൊണ്ട് നീ ഇങ്ങത്താ എന്ന് പറഞ്ഞ് കുടം മേടിച്ചുകൊണ്ട് അങ്ങ് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇത് കാണുന്ന അവിടെ നിൽക്കുന്ന ചേച്ചി പറയുന്നുണ്ട്, കണ്ട മോളെ അവൻ്റെ അമ്മേനെ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ കുടം മേടിച്ചുകൊണ്ട് പോയത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വെള്ളം കുടം എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. വിക്രം വെള്ളം കൊണ്ടുവന്ന് ബക്കറ്റിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. വെള്ളം കുടമായിട്ട് വിക്രം വരുന്നത് കണ്ടിട്ട് എല്ലാവരും തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. അവിടെ വയ്യാന്ന് പറഞ്ഞ് അഭിനയിച്ച് കിടക്കുന്ന നന്ദിനിയും അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. പാത്രം കഴുകുകയായിരുന്ന ശ്രീജയൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുകയാണ്, എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതം നടക്കണേന്ന് വിചാരിച്ചിട്ട്. വിക്രം ദേഷ്യത്തോടെ തന്നെ കമലാമ്മയോട് പറയുന്നുണ്ട്, എന്താ അമ്മ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്, വേദയാണോ വെള്ളം കുടമായിട്ട് വെള്ളം കൊണ്ടുവരാനായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്, ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവിടെ ആരാണ് വെറുതെ ഇരിക്കുന്നത്, നന്ദിനി വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കിടക്കുന്നു, ശ്രീജ പാത്രം കഴുകുന്നു, ഞാൻ കിച്ചണിലാണെങ്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, പിന്നെ വേദയല്ലാതെ വേറെ ആരാ ഇത് കൊണ്ടുവരാനെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഓഹോ ഇത്രയും കാലമായിട്ട് ഞാനും ശ്രീജേച്ചിയും കൂടെ വെള്ളം കൊണ്ടുവരുമ്പോൾ ഒരു കുടം വെള്ളമെങ്കിലും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സഹായിച്ചു തന്നിട്ടുണ്ടോ, ഇല്ല, എന്നിട്ട് നീ എന്താടാ ഇപ്പോൾ നിൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തൊരു അഭിനയമാടാ നിൻ്റേത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ
വിക്രം പറയുന്നുണ്ട്, ചേച്ചി നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. നാട്ടിലുള്ളവരെല്ലാം തന്നെ അവിടെ നിൽക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ വേദ വെള്ളം കൊണ്ടുവരുന്നത് കണ്ടിട്ട് അമ്മയെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടു. അതും എൻ്റെ ചെവിയിൽ അവർ പറയുന്നത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് വിക്രം വീണ്ടും വെള്ളം എടുക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വേദ പിറകെ ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, നിക്ക് വിക്രം, ഞാനും വരാം വെള്ളം കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ, നീ പോടി എന്ന് പറഞ്ഞ് വെള്ളം കുടം കൊണ്ട് വേദയുടെ കയ്യിലേക്ക് ഒരു തട്ട് കൊടുക്കുന്നുണ്ട്. ആവോ എനിക്ക് വേദനിക്കണമെന്ന് വേദ പറയുകയാണ്. പിന്നീട് മാഷ് KSEB ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള KSEBയിലെ ഒരു ഓഫീസറെ തന്നെ കാണുകയാണ് വഴിയിൽ വെച്ച്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങളുടെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ലല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ സാർ നിങ്ങളിങ്ങനെ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് കറണ്ട് ബില്ല് കെട്ടാത്തതുകൊണ്ട് തന്നെ ഫീസ് ഊരിയിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ ഇന്നലെ തന്നെ ഫീസ് അടയ്ക്കാനുള്ള ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൻ കെട്ടിയിരിക്കണമെന്ന് പറയുകയാണ്. ഇല്ല, എന്നാൽ നിങ്ങളുടെ മോൻ അത് കെട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഫീസ് ഊരിയിരിക്കുന്നത്. നിങ്ങൾ മോനോട് ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, കെട്ടിയിരിക്കണമെന്നുള്ളതും ചോദിച്ചു നോക്കൂ എന്ന് പറയുകയാണ്. പിന്നീട് വിശ്വത്തെയാണ് കാണിക്കുന്നത്. വിശ്വം ടെൻഷനായിട്ട് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നതാണ് കാണിക്കുന്നത്. മാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വിശ്വത്തോട് ചോദിക്കുന്നുണ്ട്, ഡാ വിശ്വ, നീ ഇപ്പോൾ കള്ളം പറയാനും തുടങ്ങിയോടാ? അതും എന്നോട്. ഇത്രയും കാലം നീ സത്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം നീ നുണ പറയാനും തുടങ്ങിയല്ലേടാ എന്ന് ചോദിക്കുകയാണ്. വേഗം തന്നെ കമലാമ്മ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ മാഷേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷം മാത്രമേ ഉള്ളൂ, എന്നിട്ട് വിഷത്തിനോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ എന്തറിഞ്ഞിട്ടാ കമല ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒരു വലിയ തെറ്റ് നിൻ്റെ മോൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ലാസ്റ്റ് ഡേറ്റാണ് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോൻ്റെ അടുത്ത് ഞാൻ ക്യാഷ് കൊടുത്തിരുന്നു, പക്ഷേ അവനത് കെട്ടിയിട്ടില്ല, അവനതെന്തോ കള്ളത്തരം ചെയ്തിരിക്കണമെന്ന് പറയുകയാണ്. പിന്നീട് മാഷ് വിശ്വത്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ നിന്നോട് ഇന്നലെ എത്ര വട്ടം ഞാൻ ചോദിച്ചു ബില്ല് കിട്ടിയോ എന്നുള്ളത്? അപ്പോഴൊക്കെ ഞാൻ ബില്ലടച്ചെന്നല്ലേ നീ പറഞ്ഞത്? എന്താടാ നീ ചെയ്തത്? നീയേ ഒരു ജോലിക്കും പോകത്തില്ല, നിൻ്റെ ഭാര്യയ്ക്കും നിനക്കുള്ള ചിലവിനുള്ളതെല്ലാം ഞാനാണ് തരുന്നത്, ഇതൊന്നും പോരാഞ്ഞിട്ട് നീ ഇപ്പോൾ കള്ളത്തരം ചെയ്യാൻ തുടങ്ങിയാടാ എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, കമലാമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എടാ നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോടാ വിശ്വ, നീ എന്താടാ ഈ ചെയ്തത് എന്ന് പറഞ്ഞ് കരയാണ്. നീയൊരു പാവമായിരുന്നില്ലടാ, നീ എന്താടാ കാശ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കമല. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അമ്മ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ 2000 റുപ്യ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും. അവനെ വഴിയിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ അവൻ എൻ്റെ പോക്കറ്റിൽ നിന്നും കാശ് എടുത്തുകൊണ്ട് പോയതാണ്, അല്ലാണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല അമ്മ എന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇന്നലെ കുറേ പ്രാവശ്യം നിൻ്റെ അടുത്ത് അച്ഛൻ ചോദിച്ചതല്ലേടാ നീ കറണ്ട് ബില്ല് കെട്ടിയോ എന്നുള്ളത്? കെട്ടിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറഞ്ഞാൽ അച്ഛൻ അതെന്തെങ്കിലും ചെയ്തിട്ട് കെട്ടുമായിരുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അതമ്മ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ക്യാഷ് ചോദിച്ചിട്ടുണ്ട്, അവൻ തരാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ വിവരം പറയാതിരുന്നതെന്ന് പറയുകയാണ്. കേൾക്കുന്ന മാഷ് ചോദിക്കുന്നുണ്ട്, എടാ 2000 രൂപ വേറൊരുത്തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചാലും ആ കടം ഞാൻ തന്നെ വീട്ടണ്ടേ? നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആ കടം ഞാൻ തന്നെ വീട്ടണ്ടേ? എന്തിനാടാ? വയസ്സാം കാലത്ത് ആ അമ്മയും അച്ഛനെയും നോക്കേണ്ടത് മക്കളാണ്, നീ അതും ചെയ്യത്തില്ല, നിനക്ക് നാണമില്ലേടാ എന്ന് ചോദിക്കുക.